വയനാടിന്റെ ദേശീയ ഉത്സവമായ വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ആദിവാസി മൂപ്പൻ കെ രാഘവന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിലാണ് കൊടി ഉയർത്തിയത്. ഗോത്രാചാര പെരുമ എടുത്തുകാട്ടുന്ന വൈവിധ്യമാർന്ന ചടങ്ങുകൾ ഉത്സവത്തെ വ്യത്യസ്തമാക്കുകയാണ്. വയനാടിന്റെ ദേശീയ ഉത്സവമായ വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ആദിവാസി മൂപ്പൻ കെ രാഘവന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് കൊടി ഉയർത്തിയത്. ഗോത്ര വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഉത്സവത്തിന്റെ കൊടിയേറ്റ് നടത്തുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ്. ഗോത്രാചാര പെരുമ എടുത്തുകാട്ടുന്ന മറ്റു ചടങ്ങുകളും ഉത്സവത്തെ വ്യത്യസ്തമാക്കുന്നു. മറ്റു ക്ഷേത്രോത്സവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉത്സവം തുടങ്ങി 7ാം നാളാണ് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറുക. പള്ളിയറ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും വാള് എഴുന്നള്ളിയതോടെ മാർച്ച് 15-നാണ് ഉത്സവം തുടങ്ങിയത്. വയനാട്ടിലെ പ്രമുഖ ഗോത്ര വിഭാഗമായ പണിയ ഗോത്ര വിഭാഗത്തിൻ്റെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ്. ചില്ലകളോടുകൂടിയ നീളമുള്ള മുളന്തണ്ടിൽ ഗോത്രാചാരപ്രകാരമാണ് കൊടിയേറ്റ് കർമ്മം. കല്ലിയോട് ചെന്നിലായി കുറിച്യ തറവാടുകളിലെ കാരണവന്മാരുടെ നേതൃത്വത്തിൽ കുറിച്യ സമുദായം നടത്തിയ നികൽ കാണൽ ചടങ്ങിനു ശേഷമായിരുന്നു കൊടിയേറ്റ്. ഗോത്രാചാര പെരുമയിൽ താഴേക്കാവിൽ കൊടിയുയർന്നപ്പോൾ 100 കണക്കിന് ആളുകൾ കർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. കാവിനു മുൻപിലും വേമോത്ത് നമ്പ്യാരുടെയും എടച്ചന നായരുടെയും തറകളിലുമാണ് കൊടി ഉയർത്തുന്നത്. കൊടിയേറ്റ് കഴിയുന്നതോടെ ഉത്സവത്തിന് ഇനി തിരക്കേറുമെന്ന് പാരമ്പര്യ ട്രസ്റ്റി ഗോപി പറഞ്ഞു. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉത്സവം തുടങ്ങിയ 7ാം ദിവസമാണ് കൊടിയെടുത്തത്. ഈ കൊടിക്കും ഒരു പ്രത്യേകതയുണ്ട്. ആദിവാസി വിഭാഗക്കാർ, ഗോത്ര വിഭാഗക്കാർ കാട്ടിൽ പോയി വ്രതാംശത്തോടെ മുള വെട്ടിക്കൊണ്ടുവന്നാണ് മുളയിലാണ് കൊടിയെടുത്തുന്നത്. കേരളത്തിലെ മറ്റൊരു ക്ഷേത്രത്തിൽ ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗോത്ര വിഭാഗക്കാരാണ് കൊടിയെടുത്തുന്നത്. പ്രധാനമായി പണിയ സമുദായത്തിലുള്ള പെട്ടവർ കൊടി കാട്ടിൽ നിന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയും കുറിച്യ സമുദായങ്ങളും പാരമ്പര്യ ട്രസ്റ്റിമാരും നിവാസികളും എല്ലാം കൂടി ചേർന്നാണ് കൊടി ഉയർത്താറ്. ഈ കൊടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വ്രതാംശത്തോടു കൂടിയാണ് ഇവർ കാട്ടിൽ പോയി മുള വെട്ടിക്കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഉത്സവം കഴിഞ്ഞ് 7ാം ദിവസമാണ് കൊടി താഴ്ത്തപ്പെടുകയും ചെയ്യുന്നത്. അതാണ് കൊടിയുടെ പ്രത്യേകത. പിന്നീടുള്ളത് ഈ ഉത്സവത്തിൻ്റെ മീനം 24-ന് ഇവിടെ പ്രത്യേകിച്ച് ഒപ്പനക്കോപ്പുമായി പിന്നെ ചേരങ്കോട് ക്ഷേത്രത്തിൽ പോവുകയും ഒപ്പന വരവ് 25-ാം തീയതി നടക്കുകയും ചെയ്യും. 25 തൊട്ട് നേരിട്ട് ദേവിയെ താഴേക്കാവിൽ വെച്ച് കാണാമെന്നുള്ളതാണ്. കാരണം ഈ 15 ദിവസം മാത്രമേ ഈ വള്ളിയൂർക്കാവ് തുറന്ന് പ്രവർത്തിക്കാറുള്ളൂ. ഈ 4 ദിവസവും ഭക്തജനങ്ങൾക്ക് നേരിട്ട് ഒരു നിമിഷം കാണാനുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഒപ്പനയുടെ പ്രാധാന്യം. പിന്നീടുള്ള എല്ലാ ഉത്സവം ഗജവീരൻ്റെ അകമ്പടിയോടുകൂടി മേലേക്കാവുന്ന താഴേക്കാവിലേക്ക് എഴുന്നള്ളത്തുണ്ടാവും. മീനം 11-ന് വണ്ണാർ എഴുന്നള്ളിപ്പ് എന്ന് പറയുന്ന ചടങ്ങുമുണ്ട്. ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് ഗോത്ര വിഭാഗക്കാരുടെ കുലദേവതയാണ്. എല്ലാ ഗോത്ര വിഭാഗക്കാരുടെയും കുലദേവതയാണ് വള്ളൂരമ്മ. അതാണ് വേറൊരു പ്രത്യേകത. ഏതായാലും വയനാട്ടിലെ എല്ലാ വിഭാഗം ആൾക്കാരും 1 തൊട്ട് 14 ദിവസത്തിനിടയിൽ ഇവിടെ ദർശനം നടത്താൻ വരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒപ്പനക്കോപ്പെഴുന്നള്ളിപ്പും ഒപ്പന ദർശനവുമാണ് ആറാട്ടുത്സവത്തിന്റെ ഭാഗമായി ഇനിയുള്ള പ്രധാന ചടങ്ങുകൾ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉത്സവ കമ്മിറ്റി ഇല്ലാതെ ദേവസ്വം നേരിട്ടാണ് ഉത്സവം നടത്തുന്നത് എന്ന പ്രത്യേകതയും ഉത്സവത്തിനുണ്ട്. ഉത്സവത്തിന്റെ സമാപന ദിവസമായ മാർച്ച് 28-ന് രാത്രി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഇളനീർക്കാവുകളും അടിയറകളും ക്ഷേത്രത്തിൽ സംഗമിക്കും. തുടർന്ന് ആറാട്ടുതറയിലേക്ക് നടക്കുന്ന എഴുന്നള്ളത്ത്, ഈടും കൂറും, ആറാട്ട്, മേലേക്കാവിലെ നിവേദ്യം, ഒപ്പന ദർശനം, കോലം കുറ ചടങ്ങുകൾക്ക് ശേഷം
പള്ളിയറവാൾ തിരിച്ചെഴുന്നള്ളിക്കുന്നതോടെ ഉത്സവം സമാപിക്കും. ഉത്സവം സമാപിച്ച് 7ാം നാളായ ഏപ്രിൽ 4-നാണ് കൊടിയിറങ്ങുക. വയനാടിൻ്റെ ദേശീയോത്സവം എന്നറിയപ്പെടുന്ന വള്ളിയൂർക്കാവ് ക്ഷേത്രോത്സവത്തിലേക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേരുന്നത്. വള്ളിയൂർക്കാവിൽ നിന്നും ക്യാമറാമാൻ അനീഷ് നിളയോടൊപ്പം RK സുഗുണൻ.